ഏതൊരു ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഒരു സക്സസ്ഫുള്ളായിട്ടൊരു ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യം നോക്കാം ആദ്യം. അതായത് നമ്മൾ യൂഷ്വലി ട്രേഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്കാൽപ്പാണ് ചെയ്തു വരുന്നത്. അപ്പോൾ സ്കാൽപ്പ് ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലുള്ള വലിയ റാലി നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ചാൻസ് എടുക്കാനായിട്ട് പറ്റും. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് മാറാതെ നമ്മളവിടെ ഹോൾഡ് ചെയ്യും. അതാണ് കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഏകദേശം നമുക്ക് ഇതിൽ മാത്രം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 0.49% ഏകദേശം പകുതിയോളം നമുക്ക് ഈ ഒരു മൊമെൻറ്റിൻ്റെ എങ്കിലും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ മാത്രം നമുക്ക് നോക്കി വരാം. ഫസ്റ്റ് വൺ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ലോ പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലോ അങ്ങനെ ലോകളെല്ലാം പ്രൊട്ടക്റ്റായി വരുന്നുണ്ട് മുകളിലോട്ട് പോകും തോറും. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നമുക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ അപ്സൈഡ് ഷോട്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഇമോഷൻ ചിലപ്പോൾ വർക്കൗട്ടായിട്ട് നമ്മളെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ ഈ ഒരു പോയിൻ്റില്ലേ ഈ ഒരു പോയിൻ്റ്, അതായത് നമ്മുടെ 82,500 എന്നുള്ള ലെവലിൽ ഒത്തിരി സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റ് വരുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് താഴോട്ട് വരുമെന്ന പ്രതീക്ഷയിൽ നമ്മളവിടെ നിന്ന് ഷോട്ട് അടിക്കും. യൂഷ്വലി ന്യൂബീസ് ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ ആ ഒരു വരുമ്പോഴേക്കുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസുകളായിരിക്കും. നിസ്സാരം നമുക്ക് ഇത്രയും ഗെയിനായത് ഒരു ചെറിയ ക്യാൻഡിലുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രീമിയം മെൽറ്റ് ഡൗൺ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് പോവും, നമ്മുടെ ട്രേഡുകളെല്ലാം അസ്ഥാനത്തിലായി പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്മാർട്ട് ആവണം. നമുക്കെതിരെ നിൽക്കുന്ന പീപ്പിൾ നമുക്ക് ഹെവി ആയിട്ടുള്ള സ്മാർട്ട് ഗൈസും വലിയ AI ടൂൾസ് വെച്ചിട്ട് അവരെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മളങ്ങനെ ആ ഒരു സങ്കല്പത്തിലൂടെ തന്നെ ട്രേഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഞാൻ ഇതിൽ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ ഈ സ്വിങ് ലോ പ്രൊട്ടക്റ്റായി, നെക്സ്റ്റ് സ്വിങ് നമുക്ക് തട്ട പോലും ചെയ്തില്ല, ഇവിടെ ഒരു ലോ അപ്പ് സൈഡിലോട്ട് വന്നു. അപ്പോൾ നിസ്സാരമായിട്ടും നമുക്ക് ഒരു അപ്പ് സൈഡ് ഇവിടെ തന്നെ ഈ ഒരു സ്ക്യൂസായി നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് അപ്പ് സൈഡ് പോയി ഡൗൺ സൈഡ് വന്നു. വീണ്ടും താഴോട്ട് പോകാതെ തന്നെ വീണ്ടും അപ്പ് സൈഡ് മൊമെൻറ്റം കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ട്രേഡ് സക്സസ്ഫുള്ളി നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ചാർട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്ത് അവസാനം നിങ്ങളുടെ എൻട്രി പോയിൻറ്റും നിങ്ങളുടെ ഒരു ലോജിക്കിൽ അവർ അപ്ലൈ ചെയ്യുന്നൊരു സമയം വരും. അതുകൊണ്ട് അതുവരെ കണ്ടിന്യൂസ്ലി നിങ്ങൾ പരിശ്രമിച്ച് നിങ്ങൾക്ക് സക്സസ്ഫുള്ളിലെത്തി ആവാൻ പറ്റും. തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹോപ്പ് വിടണ്ട, ട്രേഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, വായിക്കാൻ പറ്റുന്ന എത്രയും പഠിക്കുക, മൈൻഡ് സെറ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.